ബ്രേക്കിംഗ് മുഴങ്ങിയിരിക്കുന്നു. ഇത്തവണ ബ്രേക്കിംഗ് വരുന്നത് കൊല്ലത്തു നിന്നാണ്. കൊല്ലത്ത് നമ്മുടെ ദിലീപ് ദേവസ്യ ബ്രേക്കിംഗ് വാർത്തയുമായി തയ്യാറായി കഴിഞ്ഞു. വെരി ഗുഡ് മോർണിംഗ് ദിലീപ് ദേവസ്യ. എന്താണ് കൊല്ലത്തു നിന്നുള്ള ഇന്നത്തെ ബിഗ് ബ്രേക്ക്? ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. കൊല്ലത്ത് നിന്ന് പറയേണ്ട കാര്യങ്ങൾ. 50 ഗ്രാം MDMA ഇന്നലെ ഒരു യുവതി പിടിയിലായിരുന്നു. ആ യുവതിയെ വൈദ്യപരിശോധന നടത്തിയപ്പോൾ വീണ്ടും ഒരു 46 ഗ്രാം MDMA ജനനേന്ദ്രിയത്തിൽ ഒളിപ്പിച്ച നിലയിൽ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. 2021 ഈ സ്ത്രീ തന്നെ മുമ്പ് 46 മൊത്തം 96 ഗ്രാം MDMA യുവതി പിടിയിലായത്. 50 ഗ്രാം ഇന്നലെ കയ്യോടെ പിടികൂടി. 46 ഗ്രാം MDMA ജനനേന്ദ്രിയത്തിൽ ഒളിപ്പിച്ച നിലയിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. വൈദ്യ പരിശോധനയിലാണ് ഈ MDMA കണ്ടെത്തിയിരിക്കുന്നത്. 2021 സമാനമായ എറണാകുളത്ത് ഇത്തരത്തിൽ MDMA വന്നപ്പോൾ യുവതിയെ തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനുശേഷമാണ് കൊല്ലത്തെ കോളേജ് കുട്ടികൾക്ക് കൊണ്ടുവന്നു എന്നുള്ള വിവരമാണ് ഈ ശക്തികുളങ്ങര പോലീസിലേക്ക് ഇവർ വിവരം നൽകി. ഇന്നലെ കാറിൽ കടത്തുകയായിരുന്ന 50 ഗ്രാം MDMA ഇന്നലെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു. ഇന്നലെ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവരെ പിടികൂടിയത്. ശേഷം കാർ പരിശോധിച്ചപ്പോൾ കാറിൽ നിന്ന് 50 ഗ്രാം MDMA കണ്ടെത്തി. അഞ്ചാലമൂട് സ്വദേശിയായ അനില രവീന്ദ്രൻ, 34 വയസ്സുള്ള അനില രവീന്ദ്രനാണ് ബംഗളൂരുവിൽ നിന്ന് ലഹരി കേരളത്തിൽ എത്തിക്കുന്നത്. ഇവിടെ എത്തിച്ച ശേഷം പെൺകുട്ടികൾക്കടക്കം കോളേജ് കുട്ടികൾക്കടക്കം ലഹരി നൽകുന്ന സംഘത്തിലെ പ്രധാന ആളാണ് ഈ അനില എന്നുള്ള വിവരമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. പോലീസ് ഇന്നലെ രാത്രി കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്ന് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ജനനേന്ദ്രിയത്തിൽ ഒളിപ്പിച്ച നിലയിൽ ഈ 46 ഗ്രാം MDMA കണ്ടെത്തിയിരിക്കുന്നത്. ഇവർ സഞ്ചരിച്ചു വന്നിരുന്ന കാറാണ് ഇത്. അനിലയുടെ പേരിലുള്ള കർണാടക രജിസ്ട്രേഷനിലുള്ള കാറാണ്. ഈ കാറിൻ്റെ പേരിലുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചിരുന്നത്. അങ്ങനെ പോലീസ് ഇന്നലെ പരിശോധന നടത്തിയപ്പോൾ ഈ കാറിൽ നിന്ന് അനിലയെ കണ്ടെത്തുകയും അനിലയുടെ ഈ ബാഗിൽ ഒളിപ്പിച്ച നിലയിൽ 50 ഗ്രാം MDMA കണ്ടെത്തുകയും ചെയ്തിരുന്നു. പിന്നീട് നടത്തിയ പരിശോധന ജനനേന്ദ്രിയത്തിൽ ഒളിപ്പിച്ച്. ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇത്തരത്തിൽ MDMA കൊണ്ടുവന്നിട്ടുണ്ടോ, അതായത് വൻതോതിൽ ലഹരി കഴിഞ്ഞ കുറച്ച് കാലം 2021 അറസ്റ്റിലായ ഈ അനില വീണ്ടും 2025 ആകുമ്പോൾ ഇതേ നടപടി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നത് പോലീസിന് സംശയമാകുന്നുണ്ട്. പോലീസ് ഇന്നലെ ചോദ്യം ചെയ്തപ്പോൾ കോളേജ് വിദ്യാർത്ഥികളാണ് തൻ്റെ കസ്റ്റമേഴ്സ്, അതിൽ പെൺകുട്ടികളടക്കം ഉണ്ട് എന്നുള്ള വിവരം പറയുകയും ചെയ്തിട്ട് എന്തായാലും ഇപ്പോൾ പോലീസ് 46 ഗ്രാം MDMA ജനനേന്ദ്രിയത്തിൽ ഒളിപ്പിച്ച നിലയിൽ കൊണ്ടുവന്നത് പിടികൂടിയിട്ടുണ്ട്. ശക്തികുളങ്ങര പോലീസാണ് പിടികൂടിയിരിക്കുന്നത്. ഡോക്ടർ അരുൺകുമാർ, മൊത്തം 96 ഗ്രാം ഇവരുടെ പക്കൽ നിന്ന് പിടികൂടി. ഇവർ കാലങ്ങളായി ഈ പറയുന്ന കോളേജ് വിദ്യാർത്ഥിനികൾക്കും ഇത് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട ലിങ്കായി വേണം നമ്മൾ മനസ്സിലാക്കാനല്ലേ? ചെറിയ പുള്ളിയല്ല അനില. തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ ചെറിയ പുള്ളിയല്ല. മാത്രമല്ല ഇതിൽ പോലീസ് മറ്റൊരു കാര്യം കൂടെ സംശയിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇവിടെ നിന്ന്, അതായത് ഈ കൊല്ലത്ത് നിന്ന് 100 ഗ്രാം MDMA ഒരു യുവാവ് പിടിയിലായിരുന്നു. അവർക്കും ഈ യുവതിക്കും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. കൂടാതെ ഈ കൊച്ചിയിൽ പിടിയിലായ കൊല്ലം സ്വദേശി, അങ്ങനെ 3 പേരെയും കണക്ട് ചെയ്തിട്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവർ 3 പേരും ഒരേ സ്ഥലക്കാരാണ്, അതായത് കൊല്ലം നഗരത്തിലുള്ള ആളുകളാണ്. ഒരാൾ അഞ്ചാലമൂടാണ്, ഒരാൾ മയ്യനാടാണ്, ഒരാൾ മാടനാടയാണ്. അങ്ങനെ ഈ 3 സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് തമ്മിൽ എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ? ഇവർ ഈ പറയുന്ന അനില 2021 ലഹരിയുമായി MDMA വന്നപ്പോൾ പിടിയിലായി. അന്ന് ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയ ശേഷം ഇത് വീണ്ടും തുടർന്നു എന്നുള്ളതാണ് ഇപ്പോഴും കൊണ്ടുവരുന്നത്. ഇത് ഇന്ന് കൊണ്ടുവന്ന രീതി അടക്കം നമ്മൾ വിമാനത്തിലൊക്കെ കൊണ്ടുവരുന്ന അതേ തരത്തിൽ കൊണ്ടുവന്ന ആളാണ്. അങ്ങനെ പല തരത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടാകാം എന്നുള്ളൊരു സംശയം, പല തവണ കൊണ്ടുവന്നിട്ടുണ്ടാകാം എന്നുള്ളൊരു സംശയം പോലും പോലീസിനുണ്ട്. ഇപ്പോൾ പോലീസ് പറയുന്നത് ഈ സ്റ്റേഷനിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു MDMA കടത്ത് പിടികൂടിയിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, തീർച്ചയായിട്ടും അത് വളരെ ഗൗരവമേറിയൊരു വിഷയമാണ്. താങ്ക് യു ദിലീപ് വാർത്ത പുറത്തു കൊണ്ടുവന്നതിന്.